Hey guys, welcome back to our channel Fun Family 3 Doors. ഇന്ന് ഞങ്ങൾ എപ്പോഴത്തെ പോലെ തന്നെ ഒരു സ്റ്റോറി ടെല്ലിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതെ, പക്ഷെ ഈ ഒരു സ്റ്റോറി ടെല്ലിങ്ങിന് ഒരു പ്രത്യേകതയുണ്ട്, ഒരു ചെറിയ വ്യത്യാസമുണ്ട്. എപ്പോഴും ഞങ്ങൾ പറയുന്ന പോലെ അല്ല ഈ സ്റ്റോറി ടെല്ലിംഗ് ഞങ്ങൾ പറയാൻ പോകും. അതെ, ഈ സ്റ്റോറി ടെല്ലിങ്ങിൽ നമ്മൾ വൺ വേർഡ് യൂസ് ചെയ്തിട്ടായിരിക്കും പറയുന്നുണ്ടാവുക. നോർമലി ഞങ്ങൾ ഒരു സെന്റൻസ് ആയിരിക്കും പറയാറുണ്ടായിരുന്നത് സ്റ്റോറി ടെല്ലിങ്ങില്, പക്ഷേ ഈ സ്റ്റോറി ടെല്ലിംഗ് ഞങ്ങൾ ഒറ്റ വേളേ പറയുന്നുള്ളൂ. അതെ, എക്സാമ്പിൾ വേണേ നമ്മള് തുടങ്ങുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നമ്മൾ അന്നേരം കാണാം. അപ്പൊ ഇന്നത്തെ ചലഞ്ചിന്റെ പേരാണ് വൺ വേർഡ് സ്റ്റോറി ടെല്ലിംഗ് ചലഞ്ച്. എങ്ങനാകും എന്താകും എന്നൊന്നും ഞങ്ങൾക്ക് യാതൊരു നിശ്ചയമില്ല. മറ്റേ സ്റ്റോറി ടെല്ലിംഗ് പോലെ ഇതും ആകും. പിന്നെ മറ്റേത് നമുക്കൊരു സെന്റൻസ് ആയിട്ട് പറയാം, ഇത് നമുക്ക് ഒറ്റ വേർഡേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എങ്ങനെ ഒരു ഫോം ചെയ്ത് എങ്ങനെ അതൊരു സ്റ്റോറി ആക്കാൻ പറ്റുമോ എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം എങ്ങനെയോ എന്താവും എന്നൊക്കെ നോക്കാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആരംഭിക്കാൻ പോവാണ് കേട്ടോ. ഈ സൈഡിൽ നിന്ന് കഥ ആരംഭിക്കാൻ പോവാണ് കേട്ടോ. സ്റ്റാർട്ട് ചെയ്യട്ടെ. ഒരു മരത്തിൽ ഒരു കുരങ്ങൻ ഉണ്ടായിരുന്നു. അവൻ അവിടെ ചൊറിഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. നല്ല ജോലി. അപ്പോൾ അവിടെ വെച്ച് ഒരു കുട്ടിയെ കണ്ടു. ആ കുട്ടി ഒരു മിടുക്കൻ ആയിരുന്നു. അവന്റെ പേര് പേരക്ക എന്നായിരുന്നു. അതുകൊണ്ട് അവനെ എല്ലാവർക്കും കളിയാക്കാൻ എളുപ്പമായിരുന്നു. അവൻ ഒരു വീട്ടിൽ പോയിട്ട് കക്കാൻ എന്തിന് തീരുമാനിച്ചു. ആ വീട്ടിൽ ഒന്നും ഇല്ലായിരുന്നു. വെരി ഗുഡ്. അതുകൊണ്ട് അവൻ വേറൊരു വീട്ടിൽ കക്കാൻ നോക്കി. അപ്പോൾ അവിടെ ഒരു പട്ടി ഉണ്ടായിരുന്നു. ആ പട്ടി അവനെ കണ്ട് ചാടി വീണു. അപ്പോൾ അവൻ ആ വീടിന്റെ പുറകിൽ ഓടി ഒളിക്കാൻ നോക്കി. അങ്ങനെ ഓടിയപ്പോൾ ഒരു പല്ലിയെ കണ്ടു. കണ്ടിട്ട് അപ്പോൾ അവൻ പേടിച്ച് മുള്ളി. അങ്ങനെ അവൻ കഴുകിയിടാൻ ഊരിറങ്ങിയ എന്താന്ന് പറഞ്ഞ് കഴുകാൻ തീരുമാനിച്ചു. നന്നായി. അപ്പോൾ അവിടെ ഒരു കുട്ടി ഇരുന്ന് ചിരിക്കുന്നത് കണ്ടു. അത് കണ്ട പേരയ്ക്ക് വളരെ നാണം. എന്ത്
അതുകൊണ്ട് അവൻ അവിടുന്ന് ഓടി 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 രക്ഷപ്പെടാൻ നോക്കിയപ്പോൾ അവിടെ ആ പട്ടി നിൽക്കുന്നത് കണ്ടു. ഇത് കണ്ട പേരയ്ക്ക അവിടെ നിന്ന് ചാടാൻ നോക്കി. അങ്ങനെ പേരയ്ക്ക ചാണകക്കുഴിയിൽ ചാടി. ചാണകത്തിൽ കുളിച്ച് പേരയ്ക്ക പൊങ്ങി വന്നു. എന്തിന് എന്തിനെ കൊള്ളാം. വീണതൊക്കെ എന്തിന് കൊള്ളാം. അപ്പോൾ അവനെ ആകെ മാറാൻ തുടങ്ങി. കുരങ്ങൻ ഇത് കണ്ട് കോഷ്ടി കാണിച്ചു. നന്നായി. അപ്പോൾ പേരയ്ക്ക ഇത് കണ്ട് ദേഷ്യപ്പെട്ടു. ചിരിച്ചോണ്ടിരിക്കാന്ന് പറയ്. നീ എന്തിനാ എന്നെ കളിയാക്കുന്നത്? ഞാൻ ഒരു മത്സരത്തിൽ പോകാൻ പ്രാക്ടീസ് ചെയ്യുന്നതാണ്. അല്ലാതെ ഞാൻ വീണതല്ല. അപ്പോൾ കുരങ്ങൻ അവിടെ ഇരുന്ന് പറഞ്ഞു, എന്ത് ഞാൻ മരത്തിൽ ഇരുന്ന് എല്ലാം കണ്ടു. എന്നിട്ട് നീ മോഷ്ടിക്കാൻ പോയതും അവിടുന്ന് മുള്ളിയതും പട്ടി ഓടിച്ചതും ചാണകത്തിൽ വീണതും എല്ലാം കണ്ടു. ഞാൻ കണ്ടു. ഞാൻ ഞാനേ കണ്ടുള്ളൂ. അപ്പോൾ കുരങ്ങൻ പറഞ്ഞു, അവിടെ ഒരു കുളം ഉണ്ട്. അവിടെ പോയി നീ മുങ്ങുക. അപ്പോൾ നീ ഫ്രഷ് ആവും. ഓക്കെ ഓക്കെ അങ്ങനെ അവൻ കുളി കഴിഞ്ഞ് അവൻ തിരിച്ചു വന്നു. എന്നിട്ട് അപ്പോൾ കുരങ്ങൻ പേരയ്ക്കയോട് പറഞ്ഞു, എടാ ഇങ്ങനെ അല്ലടാ, മോഷ്ടിക്കേണ്ടത് അതിനൊക്കെ ഒരു നാക്ക് ഉണ്ട്. അല്ലാതെ ഇങ്ങനെ അല്ല മോഷ്ടിക്കേണ്ടത്. അതെ അതെ. പിന്നെ എങ്ങനെയാണാവോ? അത് പിന്നെ ഞാൻ പറഞ്ഞു തരാം. നീ എൻ്റെ കൂടെ വന്നാൽ മതി. ബാക്കി ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം. നീ ഞാൻ പറയുന്നത് പോലെ ചെയ്യണം. നമ്മൾ ഒന്നിച്ച് ഒരിടം തേടി പോകാം. വാ പോകാം. വാ പോകാം. അങ്ങനെ ഇവർ ഒന്നിച്ച് പോകാൻ
തീരുമാനിച്ചു. അങ്ങനെ ഇവർ പോകുമ്പോൾ ഒരു യക്ഷിയെ കണ്ടു. ഇതു കണ്ട അവർ പേടിച്ച് വിറച്ചു. അങ്ങനെ അവർ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവിടെ നിന്ന് ഓടി. ഓടി ഓടി അവർ ഒരു ഗുഹയിൽ കയറി. പുറകെ രക്ഷിയും കൂട്ടരും ഏത് കൂട്ടർ? ആ അതിനിടയ്ക്ക് കൂട്ടരും ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. ഞാൻ ലക്ഷ്മിയെ മാത്രമേ കണ്ടുള്ളൂ, കൂട്ടരെ കണ്ടില്ല. ആ ശരി, എന്നാ രക്ഷി ഞാൻ മാത്രമേ കണ്ടുള്ളൂ. കണ്ടിന്യൂ. കൂട്ടരും കുടുംബമായിട്ട് വന്നു. ശരി. അപ്പോൾ പേരയ്ക്കയും കുരങ്ങനും പിന്നെ മുള്ളി. അപ്പോൾ പേരയ്ക്കയുടെ നിക്കർ വീണ്ടും നനഞ്ഞു. ആ നിക്കർ അവൻ ഊരി രക്ഷയോടെ മുഖത്തേക്ക് എറിഞ്ഞു. എന്നിട്ട് യക്ഷി കണ്ണു കാണാൻ മേലാതെ തപ്പി നിന്നു. മുഖത്തൂന്ന് ആ തുണി എടുത്ത് മാറ്റി. നല്ല ചീന നാറ്റം. അത് കൊണ്ട് യക്ഷി തിരിഞ്ഞ് ആറ്റിലേക്ക് ഓടി. ഓടിയ തക്കത്തിന് പേരയ്ക്കയും കുരങ്ങനും ഓടി രക്ഷപ്പെട്ടു. ഒരു വീട്ടിൽ കയറി. അപ്പോൾ അവിടെ ഒരു മുയൽ അവിടെ ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ അവർ മുയലിനെ കണ്ടു. അവർ അതിനെ എടുത്ത് നോക്കി. അപ്പോൾ അതിൽ നിന്ന് ഒരു ടിങ് ടിങ് ശബ്ദം കേട്ടു. അത് കേട്ട് ആ വീട്ടിലെ ആൾക്കാർ ഞെട്ടി എഴുന്നേറ്റു. ലൈറ്റ് ഇട്ടു. ആ സമയം നിക്കറില്ലാത്ത പേരയ്ക്ക നിക്കറെടുക്കാൻ ഓടുകയായിരുന്നു. ഈ സമയം കുരങ്ങച്ചൻ പഴം തിന്നുകയായിരുന്നു. ഓക്കെ ഇത് കണ്ട വീട്ടുകാർ ഓടിച്ചെന്ന് രണ്ടുപേരെയും ഒളിഞ്ഞ് നോക്കുകയായിരുന്നു. അപ്പോൾ അവർ അവിടെ ഒരു കാഴ്ച കണ്ടു. രണ്ടുപേർ നിക്കറും പഴവും ആയിട്ട് നിക്കുന്നത് കണ്ടു. ഇത് കണ്ട വീട്ടുകാർ ഓടിച്ചെന്ന് തോക്കെടുത്തു. എന്തൊരു വെടിവെക്കാൻ വെക്കട പഴം വെടിയില്ലേ എന്നാ പഴം വെച്ചോ.
വെക്കണ പഴം ബാക്കി പറ. ഞാനോർത്ത് വെടിയായിരിക്കും. ഞാനും. അവിടെ അല്ലെങ്കിൽ ഇപ്പോ ഞാൻ വെക്കും. എന്ത് വെടി പൊട്ടും. ഇത് കേട്ട കൊരങ്ങനും പേരയ്ക്കയും പേടിച്ച് പിന്നെ മുള്ളി. അങ്ങനെ അവരെ ഇവർ പോലീസിൽ പിടിച്ച് കൊടുത്തു. സൂസൈഡ്. അങ്ങനെ അവർ ജയിലിൽ കിടന്നു. അങ്ങനെ ഈ കഥ ഇവിടെ അവസാനിച്ചു. ഈ കഥ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും ചെയ്യുക. കൂടാതെ നമ്മുടെ ബെല്ലൈക്കൺ അമർത്തുക. കൂടാതെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് കൂടി ഫോളോ ചെയ്യുക. നിങ്ങളും മടുത്തു, ഞങ്ങളും എടുത്തു. അടുത്തൊരു അടിപൊളി വീഡിയോ കാണുമ്പോഴേക്കും ബൈ. പറഞ്ഞു കർത്താവേ കുറച്ച് ബുദ്ധിമുട്ട്. അതുവഴി ഒരു മരത്തിലിരുന്ന കുരങ്ങൻ അതുവഴി മരത്തിലില്ല കുരങ്ങ് ഇത് കണ്ട് വരുന്നത് ഈ കൂലി കർത്താവേ. നീ എന്താ പറഞ്ഞേ? ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നനഞ്ഞ സാധനം എന്തോ സാധനം മുഖത്ത് നിന്ന് ഒട്ടി. അപ്പോൾ അവർ മുഖത്തൂന്ന് ഊരി മാറ്റി. എന്തോ നമ്മളീ പറയുന്നത്? അതാ ഞാൻ ചോദിച്ചേ. അതാ പറഞ്ഞത്. എന്താ പറയുന്നത്? മുഖത്ത് ഒരു വീട്ടിൽ കയറി. അപ്പോൾ അവിടെ ഒരു മുയൽ ചത്ത് ചത്തോ? അതിനെ ഉടനെ അങ്ങ് കൊന്നു. കണ്ടത് ഞാൻ കൊണ്ടുവന്നുള്ള അതിന് മുന്നേ അവളെ കൊന്നു കൊണ്ടുവന്നു. കളഞ്ഞു. നോക്ക് ചാവേണ്ട. അവിടെ ചോടിയെന്ന് പറ. പുള്ളി അവിടെ നിന്നാ എങ്ങനെ ഔക്കുന്നത്? പോണ്ടേ? നിക്കറോക്ക് മടുത്തു. അതെ. അവർക്ക് ഇവരുടെ ഇങ്ങോട്ട് വെച്ചിട്ടേ. അല്ല വേറെന്തെങ്കിലും ഉണ്ടോ? സ്റ്റോറിക്കകത്ത് കയറ്റാൻ വല്ലതും ഉണ്ടോ? ഒന്നും കേറ്റണ്ട. ഇറക്കി വിട്ടതേ ഉള്ളൂ. ഒന്നും കേട്ടരുതേ. അല്ല ഒന്നാ തുണിയില്ലാത്ത ആൾക്കാർ. മുള്ളി